മോനെ ചോറാക്കി വെച്ച് നീ കൊണ്ടുപോകുന്നില്ലേ? എനിക്ക് ഓഫീസിലൊരു പാർട്ടി ഉണ്ട്, ഞാൻ അവിടെ കഴിച്ചോളാം. ആ രാഘവാ, അടുത്ത മാസമാണ് മോന്റെ കല്യാണം. ഞാൻ തന്നെ വീട്ടിൽ വിളിക്കാൻ വരുന്നുണ്ട്. ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ആ എന്നാ ശരി. ഏട്ടാ, അവൻ ജോലിക്ക് പോയതാ? ആ രാധികേ, അവൻ കുറച്ചു നേരത്തെ പോയിരുന്നു. അല്ലേട്ടാ, ഇവിടെ ഇന്നലെ രാത്രി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? അവന്റെ ഒച്ചപ്പാടും പാത്രങ്ങളൊക്കെ എറിയുന്ന ശബ്ദം കേട്ടല്ലോ. അത് ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ല, അതിന്റെ ദേഷ്യം കാണിച്ച. അവൻ എപ്പോഴേട്ടാ ഇതൊക്കെ മനസ്സിലാക്കുക? അവന്റെ 5-ാമത്തെ വയസ്സിൽ അവന്റെ അമ്മ പോയതല്ലേ. ഞങ്ങൾ എല്ലാവരും ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞില്ലേ വേറെ കല്യാണം കഴിക്കാൻ. ഏട്ടൻ കേട്ടോ? വേറെ കല്യാണം കഴിച്ച മോനെ നല്ലപോലെ നോക്കില്ല, അവന് വിഷമമാകും എന്നൊക്കെ പറഞ്ഞില്ല ഏട്ടൻ കല്യാണം കഴിക്കാതിരുന്നത്. അവന് വേണ്ടി മാത്രമല്ല ഏട്ടൻ ഇത്രയും കാലം ജീവിച്ചത്. എന്നിട്ടെന്താ അവനൊന്നും മനസ്സിലാക്കാത്തത്? അതും സാരമില്ല രാധിക, അമ്മന്റെ സ്നേഹം കിട്ടുന്ന വളർന്ന കുട്ടിയല്ലേ. എന്തായാലും അടുത്ത മാസം അവന്റെ കല്യാണമല്ലേ, അത് കഴിഞ്ഞാ അവന്റെ സ്വഭാവം മാറുമായിരിക്കും. ആ, ഒരു പെൺകുട്ടി വന്ന ഏട്ടനും ഒരു സമാധാനമായില്ലേ? അവന്റെ ഡ്രസ്സുകൾ എന്തെങ്കിലും കഴുകിയിടാനുണ്ടാ? ഇല്ല, അതൊക്കെ ഞാൻ കഴുകിയിട്ടതാ. എന്നാ ഞാൻ പോയിട്ട് മൂപ്പരെ വരാൻ പറയാ. ഏട്ടന് കല്യാണം വിളിക്കാൻ പോണ്ടതല്ലേ. എന്നാ നീ അവന്റെ അടുത്ത് വേഗം വരാൻ പറയും, ഞാൻ അപ്പടി മാറ്റി നിൽക്കാം. ആയിക്കോട്ടെ. മോളെ, ഞാൻ പോയി സാധനങ്ങൾ വാങ്ങിട്ട് കേട്ടോ. ആ പിന്നെ മോളെ, അവൻ ചായ വെക്കുമ്പോഴേ കുറച്ച് പാല് കൂടുതൽ ഒഴിക്കണം, എന്നാലും അവൻ കുടിക്കൂ. പിന്നെ അവൻ രാവിലെ ദോശ മാത്രം കഴിക്കുള്ളൂ, വേറെ എന്തുണ്ടാക്കിയും കഴിക്കില്ല. ഇനി മുതൽ മോള് പോകണം അവന്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ. മോളെ, ഇന്നലെ അലക്കാനിട്ട് പാന്റ് ഷർട്ട് കേട്ടോ? അതൊന്നും ഞാൻ അലക്കിയിട്ടില്ല, അതാ കല്ലിൽ തന്നെ ഉണ്ടാവും. ആ ദിവാര, ചായ കുടിക്കാൻ പോവുക. ഞാനിപ്പോ വരും 5 മിനിറ്റ് കഴിഞ്ഞിട്ട്. ഓക്കെ. അച്ഛന് ടേബിൾ മാനേഴ്സ് ഒന്നും അറിയില്ലേ? ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഇരുന്ന് സംസാരിക്കുന്നത്, അതിൽ എച്ചിലാവില്ലേ? എനിക്കൊന്നും വേണ്ട. അച്ഛൻ എന്തിന്റെ കടയായിരുന്നു? ഞങ്ങൾ കഴിച്ചിട്ട് വന്നാ പോരായിരുന്നു. അങ്ങനെ അടിക്ക് ഓടിക്കേറിട്ട്. അല്ല ഏട്ടാ, എന്തിനീ പട്ടിക്കാട്ടിൽ ഇങ്ങനത്തെ ഒരു വീട്? മര്യാദക്ക് ഒരു കാറ് പോലും വരില്ല. ഏട്ടൻ എന്തായാലും ജോലി ടൗണിലല്ലേ, എനിക്കും അടുത്ത മാസം ജോലി കിട്ടും. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വീട് വിറ്റിട്ട് ടൗണിൽ ഏതെങ്കിലും ഫ്ലാറ്റ് വാങ്ങിക്കാം. എനിക്കിവിടെ വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ അച്ഛൻ്റെ അവന് സെൻഡ് ചെയ്യണ്ടല്ലോ, അമ്മ ഉറങ്ങുന്ന മണ്ണാണ്, അതാണ് പറഞ്ഞിട്ട്. അതൊക്കെ നോക്കി നടക്കും ഏട്ടാ, അവന്റെ കാലം കഴിഞ്ഞില്ലേ, ഇനി നമ്മളല്ലേ ജീവിക്കാൻ പോണ്ടത്. ഏട്ടനൊന്ന് അച്ഛനോട് മയത്തിൽ പറഞ്ഞു നോക്ക്, ഏട്ടൻ നിർബന്ധിച്ചാ ചിലപ്പോ സമ്മതിച്ചാലോ. ഞാൻ എന്തായാലും അച്ഛനോട് സംസാരിച്ചോട്ടെ. ആ
ഏട്ടൻ എന്താ ഈ പറയുന്നത്? ഈ വീട് വെക്കാനോ? മക്കൾക്ക് അതാ താല്പര്യം. പിന്നെ ഇപ്പൊ ഞാൻ എന്ത് പറയുന്നു? എന്നാലും ഏട്ടാ, ഈ നാട് വിട്ടിട്ട് ഫ്ലാറ്റിൽ പോയി താമസിച്ച ഏട്ടന് സമാധാനം കിട്ടും തോന്നുന്നുണ്ടോ? എനിക്ക് വയസ്സാലില്ലാതെ ഇനിയിപ്പോ എന്റെ സുഖം നോക്കിയിട്ട് ഇപ്പൊ എന്താ കാര്യം? മക്കള് സന്തോഷമായിരിക്കട്ടെ. എന്നാ ശരി. അല്ല മക്കളെ, നിങ്ങളെവിടേക്കാ? എങ്ങോട്ടാണെന്നോ? അച്ഛൻ ഈ വീട് വിറ്റാന്ന് പറഞ്ഞില്ലേ? അല്ല മോനെ, 1 മാസം കൂടി കഴിഞ്ഞ് ഇറങ്ങിയാൻ പോയില്ല അവര് പറഞ്ഞ്. ആ 1 മാസം കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പോയെന്ന് അവര് പറയാം. പക്ഷെ ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ പണി ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇതിനെ വെയിറ്റ് ചെയ്യുന്നില്ലേ? ഞങ്ങളിപ്പോ തന്നെ ഇറങ്ങാണ്. അല്ല അച്ഛൻ എങ്ങോട്ടാ പോകുന്നത്? അല്ല വാടക വീട്ടിലേക്കാണോ അതോ വൃദ്ധസ്ഥാനത്തിലേക്കാണോ? വാടക വീട്ടിലേക്ക് എന്തിനാട്ടാ? അച്ഛനെ വല്ല ഓൾഡ് ഏജ് ഹോമിലോ ആക്ക്. വാടക വീട്ടിലാണെങ്കിൽ ഒരുപാട് പൈസ കൊടുക്കണം. പിന്നെ അച്ഛൻ ഒറ്റയ്ക്കൊക്കെ പോയാൽ അത് ശരിയാവില്ല. അത് ശരിയാ. അങ്ങനെയാണെങ്കിൽ അച്ഛാ തിരുവനന്തപുരം ഒരു വൃദ്ധസ്ഥാനമുണ്ട്. എന്തായാലും 1 മാസം കൂടി സമയമുണ്ടല്ലോ. അച്ഛൻ എപ്പോഴാ ഇറങ്ങാന്ന് പറഞ്ഞാൽ മതി. ആ സമയത്ത് ഞാൻ അവിടെ കൊണ്ടാക്കാം. പൈസയൊക്കെ ഞാൻ കൊടുക്കാം. ഏട്ടാ സമയം, നമുക്ക് ഇറങ്ങാം. എന്നുവെച്ചാൽ ഞങ്ങൾ പോട്ടെ. മക്കളോടുള്ള അച്ഛന്മാരുടെ സ്നേഹത്തെക്കുറിച്ച് അധികമാരും ചർച്ച ചെയ്യാറില്ല. കാരണം ഭൂരിപക്ഷം വരുന്ന അച്ഛന്മാർക്കും അവരുടെ സ്നേഹം പുറമേ പ്രകടിപ്പിക്കാൻ അറിയില്ല എന്നതാണ് വാസ്തവ. ഒരുപക്ഷെ നമ്മുടെ അച്ഛന്മാർ നമ്മളോടൊപ്പം ഇല്ലാതാവുമ്പോഴാണ് അവരുടെ സ്നേഹം എന്തായിരുന്നെന്നും അവർ നമുക്ക് നൽകിയൊരു സെക്യൂർ പ്രൊട്ടക്ഷൻ എന്തായിരുന്നെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക.